ഹായ് ഡിയേഴ്സ്, ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ BCom FIUGPയുടെ ഭാഗമായിട്ട് വരുന്ന മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് ആപ്ലിക്കേഷൻസ് എന്ന മേജർ പേപ്പറിൻ്റെ ഒരു എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സാണ്. 5 മൊഡ്യൂളുകളാണ് യൂണിവേഴ്സിറ്റി സിലബസ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ മൊഡ്യൂൾ വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെൻ്റ് ആണ്. സെക്കൻഡ് ഓർഗനൈസേഷൻ ആണ്. തേർഡ് ലീഡർഷിപ്പ് ആൻഡ് മോട്ടിവേഷൻ ആണ്. ഫോർത്ത് മൊഡ്യൂൾ വരുന്നത് കണ്ടംപററി തീംസ് ഇൻ മാനേജ്മെൻ്റ് ആണ്. ഫിഫ്ത്ത് ഒരു ഓപ്പൺ മൊഡ്യൂളാണ്. അപ്പോൾ ഇതിലെ 4 മൊഡ്യൂളിൽ നിന്നാണ് നമുക്ക് കൂടുതലും ചോദ്യങ്ങളൊക്കെ വരിക. അതായത് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് എന്താണ്, മെയിനായിട്ട് 4 മൊഡ്യൂളാണ്. 5ാമത്തെ മൊഡ്യൂളിൽ നിന്ന് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് ആപ്ലിക്കേഷനിൽ കഴിഞ്ഞ വർഷമൊക്കെ ഒരു കേസ് സ്റ്റഡി വന്നിരുന്നു. അപ്പോൾ ഈ വർഷം നമുക്ക് ആ ഒരു ചോദ്യം പ്രതീക്ഷിക്കുക. എസ്എ ക്വസ്റ്റ്യൻ ആയിട്ടാണ് കേസ് സ്റ്റഡി വന്നിട്ടുള്ളത്. കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ നമുക്കൊരു പാരഗ്രാഫ് വരും, ഒരു കേസ് ആക്കാനും അതിലുണ്ടാവുക. അതിൻ്റെ ബേസിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിന് ആൻസർ ചെയ്യുക എന്നാണ്. അപ്പോൾ അത് നല്ലവണ്ണം ഇവാലുവേറ്റ് ചെയ്താൽ മാത്രമേ, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ അറിഞ്ഞാൽ മാത്രമേ കേസ് സ്റ്റഡിക്ക് ഒരു പൂർണ്ണമായിട്ടൊരു ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ഭാഗത്ത് നിന്ന് ചെയ്യുക, കൃത്യമായിട്ട് പ്രാധാന്യം കൊടുക്കുക. കേസ് സ്റ്റഡി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അത് ഏത് ചോദ്യം വരുമെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ 4 മൊഡ്യൂളിൻ്റെയും കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽഡായി നോക്കാം. കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് സെക്കൻഡ് ആൻഡ് തേർഡ് മൊഡ്യൂളിൽ നിന്നാണ്. അപ്പോൾ ഈ 2 മൊഡ്യൂളിന് കൂടുതൽ പ്രാധാന്യം നൽകി വായിക്കാം. അപ്പോൾ നമുക്ക് ഓരോ മൊഡ്യൂളിൻ്റെയും കാര്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കണം, ഏതെല്ലാം ഭാഗത്തുനിന്ന് നമുക്ക് 3 മാർക്ക്, അതുപോലെ തന്നെ 6 മാർക്ക്, അതുപോലെ തന്നെ 10 മാർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും എന്നതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെൻ്റ് ആണ്. ഈ ഒരു മൊഡ്യൂൾ നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട ഒരു കോൺസെപ്റ്റാണ് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ദി എഫേർട്ട് ഓഫ് അതേഴ്സ്. മറ്റൊരു മീനിങ് ആണ് മാനേജ്മെൻറ്റ് ഈസ് എ പ്രോസസ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. 2 മീനിങ് ആണ് പറഞ്ഞത്. ഒന്ന്, മാനേജ്മെൻറ്റ് ഈസ് എ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ദി എഫേർട്ട് ഓഫ് അതേഴ്സ്, അതൊരു ഡെഫിനേഷനും കൂടിയാണ്. മറ്റൊരു മീനിങ് പറയുന്നത് മാനേജ്മെൻറ്റ് എന്താണ്, ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ എന്തെല്ലാം ഉൾക്കൊള്ളും, പ്ലാനിങ് വരും, ഓർഗനൈസിങ് വരും, സ്റ്റാഫിങ് വരും, ഡയറക്റ്റിംഗ് വരും, കൺട്രോളിങ് വരും. ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രോസസ്സിനെ എന്ത് പറയുന്നത്, മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട മീനിങ് അല്ലെങ്കിൽ ഒരു ഡെഫിനിഷൻ കൃത്യമായിട്ട് എല്ലാവരും പഠിച്ചു വെക്കാം. പിന്നീട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു മേജറായിട്ടുള്ള ടോപ്പിക്കാണ് നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ്. ഒരു 6 മാർക്കിനൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ. മാനേജ്മെൻറ്റിൻ്റെ മീനിങ് 3 മാർക്കിനാണ് വരാൻ സാധ്യത. ഈ ഒരു ക്വസ്റ്റ്യൻ നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ് 6 മാർക്കിനൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്. ഒരു 10ഓളം പോയിൻറ്റ്സാണ് നേച്ചർ ഓഫ് മാനേജ്മെൻറ്റിൽ വരുന്നത്. അതിൽ മെയിനായിട്ട് മാനേജ്മെൻറ്റ് ആർട്ടാണ്, സയൻസാണ് അല്ല, ബോത്ത് ആർട്ട് ആൻഡ് സയൻസ് ആണ്. അതുപോലെ തന്നെ നോർമാറ്റീവ് സയൻസ് ആണ്. മാനേജ്മെൻറ്റ് പ്രോസസ്സാണ്. അതിൽ പ്ലാനിങ് വരും, ഓർഗനൈസിങ് വരും, സ്റ്റാഫിങ് വരും, ഡയറക്റ്റിംഗ് വരും, കൺട്രോളിങ് വരും. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള പോയിന്റുകൾ. മറ്റു പോയിന്റുകൾ കൂടി കൃത്യമായിട്ട് നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. പിന്നീട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ടോപ്പിക്കാണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. നമ്മൾ ഈ ഒരു പേപ്പറിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഫങ്ഷൻസ്. അതിൽ മേജറായിട്ട് 5 ഫങ്ഷൻസ് ആണ് വരുന്നത്. അതിൽ ഒന്നാമത്തെ ഫങ്ഷനാണ് പ്ലാനിങ്. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഡിസൈഡിങ് അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ എന്നാണ്. നമ്മളൊരു കാര്യം മുൻകൂട്ടി തീരുമാനിക്കുന്നത് എന്ന് പറയുന്നത് പ്ലാനിങ് എന്ന് പറയുന്നത് അല്ലേ. വാട്ട്, വെൻ, ഹൂ, വേർ, ഡു ഇറ്റ് എന്നാണ് പ്ലാനിങ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു കാര്യം എപ്പോൾ, എങ്ങനെ, ആര് ചെയ്യും എന്ന് തീരുമാനിക്കലാണെന്ത്, പ്ലാനിങ്. ഡിസൈഡിങ് അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ. സെക്കൻഡ് ആണ് ഓർഗനൈസിങ്. ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പാക്കി തിരിക്കുക അല്ലെ, അറേഞ്ച് ചെയ്യുക. ഓരോ കാര്യങ്ങളും ഒരു സ്ഥാപനത്തിലുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, ഗ്രൂപ്പിലേക്ക് മാറ്റുന്നതിനാണ് എന്ത് പറയുന്നത്, ഓർഗനൈസിങ് എന്ന് പറയുന്നത്. തേർഡാണ് സ്റ്റാഫിങ്.
നമ്മുടെ സ്ഥാപനത്തിലേക്ക് അനുയോജ്യമായിട്ടുള്ള എംപ്ലോയീസിനെ കണ്ടെത്തി അവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങളാണ് എന്ത് വരുന്നത്, സ്റ്റാഫിങ്ങിൽ വരുന്നത്. ദെൻ ഡയറക്റ്റിംഗ്, നമ്മൾ അപ്പോയിൻറ്റ് ചെയ്ത എംപ്ലോയീസ് എന്ത് ചെയ്യുക, നേർവഴിയിലേക്ക് നയിക്കുക, ഡയറക്ഷൻ നൽകുക. ദെൻ ലാസ്റ്റ് വൺ കൺട്രോളിംഗ് ആണ്, നിയന്ത്രിക്കുക. ഇങ്ങനെ 5 ഫങ്ഷൻസാണ് മാനേജ്മെൻറ്റിൽ വരുന്നത്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. കൃത്യമായിട്ട് ആ ടോപ്പിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. നമുക്ക് പല ഭാഗത്തും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ അല്ലോ. പിന്നീട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു മേജറായിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് കോൺട്രിബ്യൂട്ടേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ്. ഇതേ ടോപ്പിക്ക് തന്നെയാണ് ഇവല്യൂഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കും. ഇത് രണ്ടും ഒരേ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ കോൺട്രിബ്യൂഷനിൽ ഏറ്റവും മേജറായിട്ട് വരുന്ന ഒരു വ്യക്തിയാണ് ഹെൻറി ഫയോൾ. ഇയാളെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഹെൻറി ഫയോൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് അദ്ദേഹം ഫാദറാണ്. എന്തിൻ്റെ ഫാദറാണ്? മോഡേൺ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് ഫാദർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഹെൻറി ഫയോളാണ്. ഹെൻറി ഫയോൾ ഈസ് എ ഫാദർ ഓഫ് മോഡേൺ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ്. അദ്ദേഹത്തിൻ്റെ മേജറായിട്ട് വരുന്ന കോൺട്രിബ്യൂഷനാണ് ഒന്ന് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. 5 ഫങ്ഷനാണ് അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അതിലൊന്ന് പ്ലാനിങ് ആണ്, സെക്കൻഡ് ഓർഗനൈസിങ്, തേർഡ് കമാൻഡിങ്, ഫോർത്ത് കോർഡിനേറ്റിംഗ് ആൻഡ് ഫിഫ്ത്ത് കൺട്രോളിങ്. ഏതൊക്കെയാണ്? പ്ലാനിങ്, ഓർഗനൈസിങ്, കമാൻഡിങ്, കോർഡിനേറ്റിംഗ്, കൺട്രോളിങ്. ഇനി ഇവിടെ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഒരു 14 പ്രിൻസിപ്പിൾസ് സംഭാവന ചെയ്തിരിക്കുന്ന ആരാണ്? ഹെൻറി ഫയോളാണ്. അപ്പോൾ ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി എക്സാമിന് ഏതെങ്കിലും 3 പ്രിൻസിപ്പിൾസ് എഴുതാനാണ് 3 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ചിലപ്പോൾ ഇത് 6 മാർക്കിന് വരാം, അല്ലെങ്കിൽ എസ് ആയിട്ട് വരാം. അപ്പോൾ ഓരോ പ്രിൻസിപ്പിൾസും കൃത്യമായിട്ട് അതിൻ്റെ മീനിങ് അടക്കം ഇതിൽ ഏത് പ്രിൻസിപ്പിൾസും എടുത്തിട്ട് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നിർബന്ധമായിട്ടും എല്ലാവരും പഠിക്കുക. അല്ല, ഒന്നെന്താണ്? ഡിവിഷൻ ഓഫ് വർക്കാണ്, സെക്കൻഡ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ്, തേർഡ് ഡിസിപ്ലിൻ ആണ്, യൂണിറ്റ് ഓഫ് കമാൻഡ്. ഞാൻ ഓരോ പ്രിൻസിപ്പിൾസും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല, ഓരോന്നും കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ എടുത്ത് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് സ്കാലർ ചെയിൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ്, ചിലപ്പോൾ 3 മാർക്ക് വരും. അതുപോലെ തന്നെ യൂണിറ്റ് ഓഫ് കമാൻഡും യൂണിറ്റ് ഓഫ് ഡയറക്ഷനും. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾക്ക് കുറച്ചും കൂടി പ്രാധാന്യം നൽകുക. സ്കാലർ ചെയിന്, യൂണിറ്റ് ഓഫ് കമാൻഡ്, യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വരുന്ന സെക്കൻഡ് വ്യക്തിയാണ് FW ടൈലർ. ഹെൻറി ഫയോൾ നമ്മൾ പറഞ്ഞത് ഫാദർ ഓഫ് മോഡേൺ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻ്റ് ആണ്. FW ടൈലർ ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ടൈലറിനെ കുറിച്ച് ഫസ്റ്റ് എഴുതേണ്ട സെൻറ്റൻസ് ആണ് ഈസ് എ ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. FW ടൈലറുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഒരു കുറച്ച് ഫീച്ചേഴ്സായിട്ടാണ് അത് പറയുന്നത്. ആ പോയിന്റുകൾ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അതിൽ മെയിനായിട്ട് വരുന്നതാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. അദ്ദേഹം മൊത്തം വർക്ക് 2 ആക്കി തിരിച്ചിട്ടുണ്ട്. ഒന്ന് പ്ലാനിങ്ങും മറ്റൊന്ന് ഓപ്പറേഷൻസും. അതിനെയാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്നത്. ഈ ഫങ്ഷണൽ ഫോർമാൻഷിപ്പുമായി ബന്ധപ്പെട്ട ചോദ്യം കൃത്യമായിട്ട് പഠിച്ചേക്കുക. ദെൻ ടൈം സ്റ്റഡി എന്താണെന്നും മോഷൻ സ്റ്റഡി എന്താണെന്നും കൃത്യമായിട്ട് FW ടൈലറിനെ കുറിച്ച് നമ്മൾ എഴുതുമ്പോൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ്. ഒന്ന് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് അറിഞ്ഞിരിക്കണം, ഒന്ന് ടൈം സ്റ്റഡി അറിഞ്ഞിരിക്കണം, ഒന്ന് മോഷൻ സ്റ്റഡി അറിഞ്ഞിരിക്കണം. അപ്പോൾ 2 വ്യക്തികളാണ് പറഞ്ഞത്, ഒന്ന് ഹെൻറി ഫയോളും ഒന്ന് FW ടൈലറും. ഈ 2 ആൾക്കാരാണ് കോൺട്രിബ്യൂട്ടേഴ്സിലെ ഏറ്റവും മേജറായിട്ടുള്ള ആൾക്കാർ. ഇവരെ കുറിച്ചാണ് കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യത. ആ കാര്യം മനസ്സിലാക്കുക. ദെൻ പിന്നീട് അറിഞ്ഞിരിക്കേണ്ട വ്യക്തിയാണ് എൽട്ടൺ മായോ. ഹ്യൂമൻ റിലേഷൻ മാനേജ്മെൻറ്റ് ഫാദർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? എൽട്ടൺ മായോ. എന്താണ്? ഈസ് എ ഫാദർ ഓഫ് ഹ്യൂമൻ റിലേഷൻ മാനേജ്മെൻ്റ് ആണ് എൽട്ടൺ മായോ. അദ്ദേഹം നടത്തിയ ഒരു എക്സ്പെരിമെൻ്റാണ് ഓർത്തോൺ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഈ ഓർത്തോൺ എക്സ്പെരിമെൻറ്റും ഈ ഓർത്തോൺ എക്സ്പെരിമെൻറ്റും ഒരു 4 സ്റ്റേജും ഉണ്ട്. അതാണ് അവിടെ പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വരുന്ന വ്യക്തിയാണ് മേരി പാർക്കർ ഫോളറ്റ്. ഒരു ലേഡിയാണ്. ഈ മേരി പാർക്കർ ഫോളറ്റ് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് മാനേജ്മെൻറ്റിലേക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും
മേരി പാർക്കർ ഫോളറ്റിനെ കുറിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. മേരി പാർക്കർ ഫോളറ്റിൻ്റെ മേജർ ആയിട്ടുള്ളൊരു കോൺട്രിബ്യൂഷനാണ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ കോൺഫ്ലിക്റ്റ് എന്ത് ചെയ്യുക, തർക്കങ്ങൾ പരിഗണിക്കുക, ഇൻ്റഗ്രേറ്റ് ചെയ്യിപ്പിക്കുക. അതുപോലെ തന്നെ ലീഡർഷിപ്പ് ആസ് എ ഷെയർഡ് പ്രോസസ്സ്. ഈ രണ്ടെണ്ണമാണ് മേരി പാർക്കർ ഫോളറ്റിൻ്റെ മേജർ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ്. മറ്റു കുറേ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്, അതൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് മേരി പാർക്കർ ഫോളറ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എഴുതാൻ ഒന്ന് മനസ്സിലാക്കുക. ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത് വേണ്ട, ഡീറ്റെയിൽഡ് ആയിട്ട് ആരെക്കുറിച്ചൊക്കെ, ടൈലറിനെ കുറിച്ചും ഫയോളിനെ കുറിച്ചും. നെക്സ്റ്റാണ് CK പ്രഹ്ലാദ്. ചിലപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാമിന് ഇയാളെ കുറിച്ച് വരാറുണ്ട്. ഒരു ഇന്ത്യൻ ആയിട്ടുള്ള മാനേജ്മെൻറ്റ് ചിന്താഗതിക്കാരനാണ് ആര്, CK പ്രഹ്ലാദ്. കോയമ്പത്തൂർ കൃഷ്ണ പ്രഹ്ലാദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണ പേര്. അദ്ദേഹത്തിൻ്റെ മേജറായിട്ട് വരുന്ന കോൺട്രിബ്യൂഷനാണ് കോർ കോമ്പിറ്റൻസി ഫോർ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. കമ്പനികൾക്കിലേക്ക് കോർ കോമ്പിറ്റൻസി കൊണ്ടുവന്നത് ആരാണ്, CK പ്രഹ്ലാദാണ്. അതുപോലെ തന്നെ ബോട്ടം ഓഫ് പിരമിഡ് എന്ന് പറയുന്ന ഒരു കോൺട്രിബ്യൂഷനും ആഡ് ഉണ്ട്, CK പ്രഹ്ലാദ് ഉണ്ട്. അതിൻ്റെ ബേസിൽ അദ്ദേഹം തയ്യാറാക്കിയൊരു ബുക്കാണെന്ത്, ദ ഫോർട്യൂൺ അറ്റ് ദി ബോട്ടം. അപ്പോൾ CK പ്രഹ്ലാദ് ഒരു ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് ചിന്താഗതിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ മേജർ കോൺട്രിബ്യൂഷൻ കോർ കോമ്പിറ്റൻസി ഓഫ് കോർപ്പറേഷനും അതുപോലെ തന്നെ ബോട്ടം ഓഫ് പിരമിഡുമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് ദ ഫോർട്യൂൺ അറ്റ് ദി ബോട്ടം ഓഫ് പിരമിഡ്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. പിന്നെ നിങ്ങളുടെ നോട്ട്ബുക്കിലുള്ള കാര്യം CK പ്രഹ്ലാദിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് അറിയുക. ഡീറ്റെയിൽഡ് ആയിട്ട് അറിയേണ്ട വ്യക്തി എന്നല്ല, ചിലപ്പോഴേ ചോദ്യം വരുള്ളൂ. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് പീറ്റർ ഓഫ് ഡക്കർ. പീറ്റർ ഓഫ് ഡക്കർ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ് എന്നാണ്. അപ്പോൾ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ് ആരാണ്, പീറ്റർ ഓഫ് ഡക്കറാണ്. അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു കോൺസെപ്റ്റാണ് MBO, മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് പഠിക്കാനുണ്ട്. MBO എന്ന് പറഞ്ഞാൽ എന്താണ്, മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്നാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടതാണ് പ്ലാനിങ് എന്താണെന്നുള്ളത് ഈ ഒരു മൊഡ്യൂളിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ പ്ലാനിങ് നമ്മൾ ആൾറെഡി പറഞ്ഞു, എന്താണ്, ഡിസൈഡിങ് അഡ്വാൻസ് വാട്ട് ഇസ് ടു ബി ഡൺ ആണെന്ത് പ്ലാനിങ്. അപ്പോൾ പ്ലാനിങ്ങിൽ അറിഞ്ഞിരിക്കേണ്ടത് പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ചിലപ്പോഴൊക്കെ യൂണിവേഴ്സിറ്റി എക്സാമിന് വരാറുണ്ട്. ടൈപ്സ്, 2 ടൈപ്സ് ആണ്, സിംഗിൾ യൂസ് പ്ലാനിങ്ങും സ്റ്റാൻഡിങ് പ്ലാനിങ്ങും. അപ്പോൾ ഏതൊക്കെയാണ് സിംഗിൾ യൂസ് പ്ലാനിങ് എന്നും ഏതൊക്കെയാണ് സ്റ്റാൻഡിങ് പ്ലാനിങ് എന്നും കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ പ്ലാനിങ്ങിൽ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് പ്ലാനിങ്, അതിൻ്റെ സ്റ്റെപ്സ്. 2 ടൈപ്സ് ഓഫ് പ്ലാനിങ്, ഒന്നാണ് സിംഗിൾ യൂസ് പ്ലാനിങ്, മറ്റൊന്നാണ് സ്റ്റാൻഡിങ് പ്ലാനിങ്. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും പ്ലാനിങ്ങിൽ അറിഞ്ഞിരിക്കണം. ദെൻ മറ്റൊരു ടോപ്പിക് കൂടി വരുന്നത് ഡിസിഷൻ മേക്കിംഗ് ആണ്. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ സെലക്ടിങ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ഫ്രം ദി ഫോളോവിങ് ആൾട്ടർനേറ്റീവ്സ്. നമ്മുടെ മുമ്പിൽ ഒരു 3 ചോയ്സ് ഉണ്ട്, അതിന് എന്ത് ചെയ്യുക, ബെസ്റ്റ് സെലക്ട് ചെയ്യുക. എന്താണ് സെലക്ടിങ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ്സ് ഫ്രം ദി ഫോളോവിങ് ആൾട്ടർനേറ്റീവ്സ്. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പ്രോസസ്സ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. 6 മാർക്കിന് വരാൻ സാധ്യതയുള്ള ഒരു മേജർ ക്വസ്റ്റ്യൻ ആണ് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പ്രോസസ്സ്. ഒരു 7 സ്റ്റെപ്പുകളാണ് ഇതിൽ വരുന്നത്. ആ 7 സ്റ്റെപ്പുകളും കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ. പിന്നീട് നമ്മൾ മുമ്പ് പറഞ്ഞ കോൺസെപ്റ്റിനാണ് MBO, മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. പീറ്റർ ഓഫ് ഡക്കർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കോൺസെപ്റ്റാണെന്ത്, മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. നമ്മൾ ഒരു മാനേജ്മെൻറ്റ് ഏതൊരു കാര്യം ചെയ്യുന്നതും എന്തിൻ്റെ ബേസിലാണ്, ഒബ്ജക്റ്റീവ്സിൻ്റെ ബേസിലാണ്. അതായത് ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ത് വേണം, ഒരു ലക്ഷ്യം മുഖം ആയിരിക്കണം എന്നതാണ് പീറ്റർ ഓഫ് ഡക്കർ പറഞ്ഞത്. അപ്പോൾ എന്താണ് MBO, MBOയുടെ മീനിങ്, അതുപോലെ തന്നെ MBOയുമായി ബന്ധപ്പെട്ട സ്റ്റെപ്സ്, കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. MBO മേജറായിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ പറഞ്ഞത് മെയിനായിട്ട് ഫസ്റ്റ് മാനേജ്മെൻറ്റും അതിൻ്റെ നേച്ചർ, അതുപോലെ തന്നെ ഫങ്ഷൻസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ദെൻ കോൺട്രിബ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ഇവല്യൂഷൻ എന്ന് പറഞ്ഞാലും ഈ ഭാഗത്തു നിന്നാണ് ചോദ്യം എഴുതേണ്ടത് പറഞ്ഞു. അതിൽ മെയിനായിട്ട് 2 വ്യക്തികളാണ് പറഞ്ഞത്, ഒന്ന് ഹെൻറി ഫയോളും FW ടൈലറും. പിന്നീട് അറിഞ്ഞിരിക്കേണ്ടത് എൽട്ടൺ മായോ, മേരി പാർക്കർ ഫോളറ്റ്, CK പ്രഹ്ലാദ്, പീറ്റർ ഓഫ് ഡക്കർ. ദെൻ പ്ലാനിങ്, ദെൻ ഡിസിഷൻ മേക്കിംഗ്, MBO. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക്. ഓക്കെ ആണല്ലോ. ദെൻ സെക്കൻഡ് മൊഡ്യൂൾ നോക്കാം. വളരെ പ്രധാനപ്പെട്ട മൊഡ്യൂളാണ്, ചെറിയ മൊഡ്യൂളുമാണ്. അപ്പോൾ
പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മാർക്ക് കിട്ടും. ഓർഗനൈസിങ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ഗ്രൂപ്പ് തിരിക്കുകയാണ്. എംപ്ലോയീസിനൊക്കെ എന്ത് ചെയ്യുക അല്ലെ, പല രീതിയിലായിട്ട് ഗ്രൂപ്പ് തിരിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓർഗനൈസിങ്. അപ്പോൾ ഓർഗനൈസിങ് എന്താണെന്നും ഓർഗനൈസിങ് ചെയ്യുന്ന സ്റ്റെപ്സും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. ദെൻ ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ്. ഇതിൽ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ് ലൈൻ ഓർഗനൈസേഷൻ ചോദിച്ചിരുന്നു. ലൈൻ ഓർഗനൈസേഷൻ പറഞ്ഞാൽ ഒരു മിലിറ്ററി ടൈപ്സ് ഓർഗനൈസേഷനാണ്. അതായത് സുപ്പീരിയർ കുറച്ച് കാര്യങ്ങൾ പറയും, അത് സബോർഡിനേറ്റ് ചെയ്യുക. ഓക്കെ അല്ലോ, മിലിറ്ററി ടൈപ്പ് ഓർഗനൈസേഷൻ ആണ് ലൈൻ. ദെൻ സ്റ്റാഫ് ഓർഗനൈസേഷൻ ഉണ്ട്, ലൈൻ ആൻഡ് സ്റ്റാഫ് ഉണ്ട്, ഫങ്ഷണൽ ഓർഗനൈസേഷൻ ഉണ്ട്, മെട്രിക്സ് ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ? സ്റ്റാഫ്, ലൈൻ ആൻഡ് സ്റ്റാഫ്, ഫങ്ഷണൽ, മെട്രിക്സ്. ഓക്കെ അല്ലോ. ദെൻ പിന്നീട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ടോപ്പിക്കാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഓർഗനൈസേഷണൽ ഡിസൈൻ ആൻഡ് ഓവർവ്യൂ ഓഫ് കണ്ടംപററി. ഈ ഒരു ചോദ്യം കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി എക്സാമിന് ഇതേമാതിരി ചോദിച്ചാണ്. വാട്ട് ആർ ദി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഓർഗനൈസേഷൻ ഡിസൈൻസ്. അപ്പോൾ ഓർഗനൈസേഷൻ ഡിസൈനുമായി ബന്ധപ്പെട്ട ഫാക്ടേഴ്സ് നിർബന്ധമായിട്ടും പഠിക്കുക, ഘടകങ്ങൾ എന്നാണ്. ഓക്കെ ആണല്ലോ. ദെൻ എന്താണ് ഓർഗനൈസേഷൻ ഡിസൈൻസ് എന്ന ടോപ്പിക് കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ദെൻ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട മറ്റു ടേമുകളാണ് 3 മാർക്കിനൊക്കെ വരാൻ സാധ്യതകളാണ്. എന്താണ് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ, എന്താണ് അതോറിറ്റി അല്ലേ? അതോറിറ്റി എന്ന് പറയുന്നത് എന്താ, നമുക്കൊരു അധികാരം തരിക. റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഒബ്ലിഗേഷനാണ് അല്ലെ? ഒരു കാര്യം ഓർഡർ നൽകലാണ് അതോറിറ്റി, അത് ചെയ്യലാണെന്ന് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഒബ്ലിഗേഷൻ. ഓക്കെ അല്ല, ഒബ്ലിഗേഷൻ ഓഫ് സബോർഡിനേറ്റ് ആണ്. അതോറിറ്റി എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ഗീവ് ഓർഡേഴ്സ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു സുപ്പീരിയർ ഒരു ഓർഡർ നൽകലാണെന്ത് അതോറിറ്റി. ആ അതോറിറ്റി ഒരു എംപ്ലോയി ചെയ്യലാണെന്ത് റെസ്പോൺസിബിലിറ്റി. അപ്പം ഞാൻ നിങ്ങൾക്കൊരു വർക്ക് തരുന്നു, അതാണ് അതോറിറ്റി. ആ വർക്ക് നിങ്ങൾ ചെയ്യലാണെന്ത് റെസ്പോൺസിബിലിറ്റി. ഓക്കെ ആണോ? ദെൻ പിന്നീട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട മേജർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയും അതുപോലെ തന്നെ ഡീസെൻട്രലൈസേഷനും. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, അധികാരം കൈമാറുക. അധികാരം എന്ത് ചെയ്യുക, ഒരാളിൽ നിന്ന് നിൽക്കാതെ മറ്റൊരാളും കൂടിയും കൈമാറുക. ദെൻ ഡീസെൻട്രലൈസേഷൻ ഏകദേശം സെയിം തന്നെയാണ്. നമ്മൾ ഒരു ജോലി ഒരാളിൽ നിൽക്കാതെ സബോർഡിനേറ്റ് എന്ത് ചെയ്യുക, വീതിച്ച് നൽകുക. ഇപ്പോൾ ഒരു ജോലി ചെയ്യാണ്ട് അത് ഒരാൾ മാത്രം ചെയ്യാതെ മറ്റുള്ളവർക്കും കൂടി എന്ത് ചെയ്യുക, വീതിച്ച് നൽകുക. അതാണ് ഡീസെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷൻ പറഞ്ഞാൽ എവരി ജോബ് ഡൺ ടോപ്പ് മാനേജ്മെൻ്റ് ആണെങ്കിൽ അത് സെൻട്രലൈസേഷൻ ആണ്. ആ ഒരു ജോലി ലോവർ ലെവലിലും കൂടി നൽകുകയാണെങ്കിൽ അതിനെ പറഞ്ഞാൽ എന്ത്, ഡീസെൻട്രലൈസേഷൻ. അപ്പോൾ എന്താണ് ഡെലിഗേഷൻ പറഞ്ഞാൽ അധികാരം കൈമാറ്റം എന്നുള്ളൂ. ഡീസെൻട്രലൈസേഷൻ പറഞ്ഞാൽ ഒരു ലെവലിൽ നിൽക്കാതെ എന്ത് ചെയ്യുക, താഴെ തട്ടിലേക്ക് കൂടിയും അധികാരം എന്ത് ചെയ്യുക, എത്തിക്കുക. ഓക്കെ അല്ലോ. ആ 2 കോൺസെപ്റ്റും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. 3 മാർക്കിനോ അല്ലെങ്കിൽ 6 മാർക്കിനൊക്കെ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ദെൻ പിന്നീട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ്. സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സബോർഡിനേറ്റ് ക്യാൻ എഫക്റ്റീവ്ലി മാനേജ്ഡ് സുപ്പീരിയർ. ഒരു സുപ്പീരിയർക്ക് എത്ര ആൾക്കാരെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ കഴിയും, അതിന് പറഞ്ഞ പേരാണ് സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ്. തന്നെയാണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്നും സ്പാൻ ഓഫ് സൂപ്പർവിഷൻ എന്നും പറയുന്നത്. അപ്പോൾ 3 ടേം ഉണ്ട്: സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ്, സ്പാൻ ഓഫ് കൺട്രോൾ, സ്പാൻ ഓഫ് സൂപ്പർവിഷൻ. എന്താണ് അർത്ഥമാക്കുന്നത്? നമ്പർ ഓഫ് സബോർഡിനേറ്റ് ക്യാൻ എഫക്റ്റീവ്ലി മാനേജ്ഡ് ഒരു സുപ്പീരിയർ. ഒരു സുപ്പീരിയർക്ക് ഒരേ സമയത്ത് എത്ര ആൾക്കാരെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും, അതാണ് സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ ആണല്ലോ. നമ്മൾ ഓർഗനൈസിങ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ കൃത്യമായിട്ട് അറിയേണ്ടത് ഓർഗനൈസേഷന്, സ്റ്റെപ്പ്, സ്ട്രക്ചർ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു വെക്കുക. ദെൻ ഫാക്ടേഴ്സ്, ഓർഗനൈസേഷൻ ഡിസൈന്, ഡിപ്പാർട്ട്മെൻറ്റലൈസേഷന്, അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, ഡെലിഗേഷന്, ഡീസെൻട്രലൈസേഷന്, സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ്. നെക്സ്റ്റ് 3rd മൊഡ്യൂൾ ലീഡർഷിപ്പ് ആൻഡ് മോട്ടിവേഷനാണ്. വലിയ മൊഡ്യൂളാണ്. ഒരുപാട് ടോപ്പിക്ക് ഈ ഒരു മൊഡ്യൂൾ വരുന്നുണ്ട്. യൂണിവേഴ്സിറ്റി എക്സാമിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകി പഠിക്കേണ്ട മൊഡ്യൂളാണ്. കൂടുതൽ ചോദ്യവും ചിലപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ നിന്നായിരിക്കും വരാൻ സാധ്യത. ഇതിൽ എന്താണ് ലീഡർഷിപ്പ്?
ലീഡർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? ആക്ടിവിറ്റി ഇൻഫ്ലുവൻസിങ് പീപ്പിൾ ടു സ്ട്രൈവ് വില്ലിംഗ്ലി ഫോർ ഗ്രൂപ്പ് ഒബ്ജക്റ്റീവ്സ്. എന്താണ്? ആക്ടിവിറ്റി ഇൻഫ്ലുവൻസിങ് ദി പീപ്പിൾ ടു സ്ട്രൈവ് വില്ലിംഗ്ലി ഫോർ ഗ്രൂപ്പ് ഒബ്ജക്റ്റീവ്സ്. നമ്മൾ എന്ത് ചെയ്യുക? ഇൻഫ്ലുവൻസ് ചെയ്തിട്ട്, ഒരു ലീഡറെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? നമ്മളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാം. ഓക്കെ അല്ലോ, അതാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അയാളുടെ സ്വാധീനം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ജോലി കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുക. ആക്ടിവിറ്റി ഇൻഫ്ലുവൻസിങ് ദി പീപ്പിൾ ടു സ്ട്രൈവ് വില്ലിംഗ്ലി ഫോർ ഗ്രൂപ്പ് ഒബ്ജക്റ്റീവ്സ്. ദെൻ ഇവിടെ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് ലീഡർഷിപ്പ് തിയറീസ്. ഒരുപാട് തിയറീസ് ഉണ്ട്. അതിൽ മെയിനായിട്ട് വരുന്ന തിയറിയാണ് ഒന്ന് ട്രൈറ്റ് തിയറി ഓഫ് ലീഡർഷിപ്പ്, മറ്റൊന്നാണ് ബിഹേവിയറൽ തിയറി, ദെൻ കണ്ടിജൻസി തിയറി. അത് ട്രൈറ്റ് തിയറി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇൻബോൺ ആയിട്ടുള്ള ജന്മനാൽ കിട്ടിയ കഴിവുകളുണ്ട്. അതിൻ്റെ ബേസിൽ ഡെവലപ്പ് ചെയ്ത ഒരു ലീഡർഷിപ്പ് തിയറിയാണിത് ട്രൈറ്റ് തിയറി. അപ്പോൾ ഇൻബോൺ കപ്പാസിറ്റിയാണ് അല്ലെ, ചിലർക്ക് എന്ത് ചെയ്യാം? മറ്റുള്ളവരെ ലീഡ് ചെയ്യാനുള്ള അയാൾക്ക് ജന്മനാൽ കിട്ടിയ കഴിവുമായി ബന്ധപ്പെട്ട ഒരു തിയറിയാണിത് ട്രൈറ്റ് തിയറി. ബിഹേവിയറൽ തിയറി എന്ന് പറഞ്ഞാൽ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട്, ഒരാൾ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട തിയറിയാണെന്ത്? ബിഹേവിയറൽ തിയറി. കണ്ടിജൻസി എന്ന് പറഞ്ഞാൽ ആ ടേം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കണം, സിറ്റുവേഷൻ അല്ലേ, സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്ത തിയറിയാണെന്ത്? കണ്ടിജൻസി തിയറി. അപ്പോൾ 3 തിയറിയാണ് മെയിനായിട്ട് വരുന്നത്. ഒന്ന് ട്രൈറ്റ് തിയറി ഓഫ് ലീഡർഷിപ്പ് അല്ലേ, ഇൻബോൺ ആയിട്ടുള്ളത്. ദെൻ ബിഹേവിയറൽ, പെരുമാറ്റം, അദ്ദേഹം ഒരു ഓർഗനൈസേഷനിൽ എങ്ങനെ പെരുമാറുന്നു, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ പെരുമാറ്റത്തെ ഇഷ്ടപ്പെടും, അതോടുകൂടി നമ്മൾ ആ ജോലി ചെയ്യും. ദെൻ കണ്ടിജൻസി, സിറ്റുവേഷൻ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ ലീഡർ ബിഹേവ് ചെയ്തത്. അപ്പോൾ ട്രൈറ്റ് നോക്കുന്നത് അവരുടെ ഇൻബോൺ ക്വാളിറ്റിയാണ്, ബിഹേവിയർ നോക്കുന്നത് പെരുമാറ്റമാണ്, കണ്ടിജൻസി നോക്കുന്നത് സിറ്റുവേഷനാണ്. ആ കാര്യം കൃത്യമായിട്ട്, ഈ ഒരു ഭാഗം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ, തിയറീസ് ഓഫ് ലീഡർഷിപ്പ്. പിന്നീട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ടോപ്പിക്കാണ്, ഈ തിയറിയുമായി ബന്ധപ്പെട്ട ടോപ്പിക് ഇതാണ് മാനേജറിയൽ ഗ്രിഡ്. ബാക്ക് ആൻഡ് മോർട്ടൺ എന്ന് പറയുന്ന വ്യക്തി ഇൻട്രൊഡ്യൂസ് ചെയ്ത മാനേജറിയൽ ഗ്രിഡ് അല്ലെങ്കിൽ ലീഡർഷിപ്പ് ഗ്രിഡ് എന്നുണ്ടായിരിക്കും അല്ലേ. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താണ് 9-9 മാനേജ്മെൻറ്റ്, എന്താണ് 1-9 മാനേജ്മെൻറ്റ്, ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. മാനേജറിയൽ ഗ്രിഡ് ഒരു കള്ളി വരച്ചിട്ടുള്ള കാര്യം നിങ്ങൾക്ക് നോട്ട്ബുക്കിൽ നൽകിയിട്ടുണ്ടായിരിക്കും. ആ കള്ളിയുള്ള കാര്യങ്ങൾ മാനേജറിയൽ ഗ്രിഡ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ അല്ലോ. ദെൻ പിന്നീട് ഇവിടെ വരുന്ന മറ്റൊരു മേജറായിട്ടുള്ള ഭാഗമാണ് ലീഡർഷിപ്പ് സ്റ്റൈൽസ്. അതിൽ വരുന്നതാണ് അതോറിറ്റേറ്റീവ് ലീഡർഷിപ്പ്, ഡെമോക്രാറ്റിക്, ദെൻ ലേസിയസ് ഫയർ ലീഡർഷിപ്പ്. അതോറിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ഓട്ടോക്രാറ്റിക് ലീഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? സ്ട്രിക്റ്റ് ഓട്ടോക്രാറ്റിക്, ഒരു വർക്ക് തരും, ആ വർക്ക് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അത്തരം ലീഡേഴ്സ് എന്ന് പറയുന്നത് ഓട്ടോക്രാറ്റിക് ലീഡർ എന്ന് പറയുന്നത്. ഓട്ടോക്രാറ്റിക്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല? യാതൊരു രീതിയിലുള്ള ഫ്രീഡം ഉണ്ടായിരിക്കില്ല. ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ആവശ്യമനുസരിച്ചുള്ള ഫ്രീഡമൊക്കെ ആര് തരും? ലീഡർ തരും. നമ്മൾ ഒരു ഡെമോക്രസി, ഒരു ജനാധിപത്യ രീതിയിലായിരിക്കും. അദ്ദേഹം പറയും, നമ്മളോടൊക്കെ എന്ത് ചെയ്യും? അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കും. ദെൻ ലേസിയസ് ഫെയർ ലീഡർഷിപ്പ്, ലീഡർ ഒന്നും ചെയ്യില്ല, നമ്മളെ കൊണ്ട് എല്ലാ കാര്യങ്ങളും, അയാൾ എന്തായിരിക്കും? ഒരു മടിയനായിരിക്കും. ലീഡർ എന്തായിരിക്കും? ലേസിയസ് ഫെയർ ലീഡർഷിപ്പിൽ ലീഡർ ഒരു മടിയനായിരിക്കും. അപ്പോൾ ഏതൊക്കെയാണ് സ്റ്റൈല്? ഒന്ന് അതോറിറ്റേറിയൻ, ദാറ്റ് ഈസ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ്, ദെൻ ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ്, ദെൻ ലേസിയസ് ഫെയർ ലീഡർഷിപ്പ്. അപ്പോൾ ലീഡർഷിപ്പ് സ്റ്റൈലുകൾ കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ അല്ലോ. അപ്പോൾ 3ാമത്തെ മൊഡ്യൂളിൽ ഫസ്റ്റ് വരുന്ന ഏരിയയാണ് ലീഡർഷിപ്പ്. അവിടെ ലീഡർഷിപ്പ് എന്താണെന്നും ലീഡർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ പഠിച്ചു വെക്കുക. തിയറീസ്, ദെൻ മാനേജറിയൽ ഗ്രിഡ്, ലീഡർഷിപ്പ് സ്റ്റൈല്. പിന്നീട് വരുന്ന ടോപ്പിക്കാണ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷനിലെ കമ്മ്യൂണിക്കേഷനാണ്. അതിൻ്റെ എഫക്റ്റീവ്നെസ് എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്നും, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നും, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നും അതിൻ്റെ ഇമ്പോർട്ടൻസ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ കൺവേ മീനിങ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എന്ത് ചെയ്യുക? ആശയവിനിമയം നടത്തുക. ഇതൊരു ബിസിനസ്സിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ്. ആ കാര്യം പഠിച്ചുക. ദെൻ ബാരിയേഴ്സും അതിൻ്റെ ഓവർകംസും, സ്ട്രാറ്റജി ഫോർ ഓവർകംസും. കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി എക്സാമിന് 6 മാർക്കിൻ്റെ ചോദ്യമായിരുന്നു കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ്.
ഈ ഒരു ചോദ്യം നിർബന്ധമായിട്ടും എല്ലാവരും പഠിച്ചേക്കുക. ഈ വർഷം എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 6 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ്. അതിൽ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ഉണ്ട്, ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് ഉണ്ട്, നോയ്സ് കാര്യങ്ങളൊക്കെ, ഒരുപാട് സൗണ്ട് നമ്മൾ സംസാരിക്കുന്നു അല്ലേ, ഒരുപാട് ഫിസിക്കൽ ബാരിയേഴ്സൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാര്യങ്ങൾ, ആ ടോപ്പിക്ക് എല്ലാവരും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. നെക്സ്റ്റ് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് മോട്ടിവേഷൻ. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റിമുലേറ്റിംഗ് പീപ്പിൾ ടു വർക്ക് ഹാർഡ് എന്നാണ്. എംപ്ലോയീസിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുക, എന്തിനു വേണ്ടി? ജോലി ചെയ്യാൻ വേണ്ടി ഉത്തേജിപ്പിക്കുക. ഇപ്പോൾ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്തും കൊണ്ട് ഒരു ജോലി ചെയ്യിപ്പിക്കുന്നതാണ് പറഞ്ഞത് മോട്ടിവേഷൻ. മോട്ടിവേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ടേമാണ് സ്റ്റിമുലേറ്റിംഗ്. ഈ ഒരു ടേം വന്നാൽ തന്നെ മാർക്ക് കിട്ടും. എന്താണ് മോട്ടിവേഷൻ? സ്റ്റിമുലേറ്റിംഗ് പീപ്പിൾ ടു വർക്ക് ഹാർഡ്. ഓക്കെ അല്ല, നമ്മൾ ലീഡർഷിപ്പ് പറഞ്ഞപ്പോൾ ഇൻഫ്ലുവൻസിങ് ആയിരുന്നു, മോട്ടിവേഷൻ പറഞ്ഞപ്പോൾ സ്റ്റിമുലേറ്റിംഗ്. അത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാർക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ മോട്ടിവേഷനിൽ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് മോട്ടിവേഷൻ എന്നും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. പിന്നീട് ഇവിടെ വരുന്ന മേജറായിട്ടുള്ള ഭാഗമാണ് കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി എക്സാമിനൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. തിയറീസ് ഓഫ് മോട്ടിവേഷൻ. അതിൽ വരുന്ന വൺ ഓഫ് ദി മേജറായിട്ടുള്ള ഒരു സിമ്പിൾ തിയറിയാണ് അബ്രഹാം മാസ്ലോയുടെ നീഡ് ഹയറാർക്കി തിയറി. നീഡ് ഹയറാർക്കി തിയറി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ നീഡിനെ 5 ഹയറാർക്കി കിട്ടി പിരമിഡ് സ്ട്രക്ചറിൽ ഉണ്ടാക്കിയ വ്യക്തിയാണ് ആര്? അബ്രഹാം മാസ്ലോ. അപ്പോൾ ഏതൊക്കെയാണ് അബ്രഹാം മാസ്ലോയുടെ നീഡ് ഹയറാർക്കി തിയറി? അതിലൊന്നാണ് ഫിസിയോളജിക്കൽ നീഡ്സ്. ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യന് അല്ലേ, അദ്ദേഹത്തിന് ജീവിക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള ഫുഡ്, ഷെൽട്ടർ കാര്യങ്ങളൊക്കെ വരുന്ന ബേസിക് നീഡാണെന്ത്? ഫിസിയോളജിക്കൽ നീഡ്സ്. അതാണ് ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറഞ്ഞാൽ ബേസിക് നീഡ് ഓഫ് എ ഹ്യൂമൻ ആണെന്ത്? ഫിസിയോളജിക്കൽ നീഡ്സ്. അങ്ങനെ ഫിസിയോളജിക്കൽ നീഡ് ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് വേണ്ട നീഡാണ് സേഫ്റ്റി. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയാണ്. അദ്ദേഹത്തിന് എന്ത് വേണം? സുരക്ഷിതത്വം വേണം. ദെൻ സോഷ്യൽ നീഡ് വേണം, സ്നേഹം, ഫാമിലി കാര്യങ്ങളൊക്കെ വേണം. ദെൻ എക്സ്റ്റീം നീഡ്സ്, അഫക്ഷനാണ് എക്സ്റ്റീമോട്. ലാസ്റ്റ് നീഡാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. അപ്പോൾ ഇതിൽ ഒരു നീഡ് അച്ചീവ് ചെയ്താൽ മാത്രമേ അടുത്തൊരു നീഡ് വരുള്ളൂ. ഓക്കെ അല്ലോ. അപ്പോൾ ഏതൊക്കെയാണ് അബ്രഹാം മാസ്ലോയുടെ നീഡ്? ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി, സോഷ്യൽ, എക്സ്റ്റീം, സെൽഫ് ആക്ച്വലൈസേഷൻ. ദെൻ സെക്കൻഡ് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട തിയറിയാണ് എക്സ്ബർഗ് 2 ഫാക്ടർ തിയറി. ഇവിടെ 2 ഫാക്ടേഴ്സാണ്, ഒന്ന് മോട്ടിവേഷൻ ഫാക്ടേഴ്സും മറ്റൊന്ന് ഹൈജീൻ ഫാക്ടേഴ്സും. അപ്പോൾ എക്സ്ബർഗ് എന്ന് പറയുന്ന വ്യക്തി കോൺട്രിബ്യൂട്ട് ചെയ്ത മോട്ടിവേഷണൽ തിയറിയാണ് 2 ഫാക്ടർ തിയറി. ഇവിടെ 2 ഫാക്ടേഴ്സ് വരുന്നത്, ഒന്ന് മോട്ടിവേഷൻ ഫാക്ടേഴ്സ്, മറ്റൊന്ന് ഹൈജീൻ ഫാക്ടേഴ്സ്. അപ്പോൾ എന്തൊക്കെയാണ് മോട്ടിവേഷൻ ഫാക്ടേഴ്സ് എന്നും എന്തൊക്കെയാണ് ഹൈജീൻ ഫാക്ടേഴ്സ് എന്നും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. വളരെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ഭാഗത്ത് നിന്ന് നീഡ് ഹയറാർക്കി തിയറിയിൽ നിന്ന് 6 മാർക്കിന് കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദ്യമുണ്ടായിരുന്നു. ആ കാര്യം മനസ്സിലാക്കാം. ദെൻ നെക്സ്റ്റ് ആണ് മഗ്ഗർ തിയറി എക്സും തിയറി വൈയും. മഗ്ഗറിൻ്റെ 2 തിയറീസാണ്. അദ്ദേഹം ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത തിയറിയാണ് തിയറി എക്സ്. തിയറി എക്സ് എന്ന് പറഞ്ഞാൽ കുറേ ഓട്ടോക്രാറ്റിക്, ഒരു ലീഡർ എന്ത് ചെയ്യുന്നു, നമ്മളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന അത്തരം രീതിയിലുള്ള, അതായത് മോട്ടിവേഷൻ ചെയ്തുകൊണ്ട് നമുക്ക് അല്ലേ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യും, ഒരു ജോലിയും ചെയ്യിപ്പിക്കാം. ഒരു ഓട്ടോക്രാറ്റിക് രീതിയിലാണ് തിയറി എക്സ് പറയുന്നത്. ദെൻ തിയറി വൈ എന്ന് പറഞ്ഞാൽ ഡെമോക്രാറ്റിക് രീതിയിലാണ്. നമുക്ക് എന്ത് ചെയ്യുന്നു, അത്യാവശ്യം ഫ്രീഡമൊക്കെ തരും, എന്നിട്ട് നമ്മളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയാണെന്ന് തിയറി വൈ. അപ്പോൾ തിയറി എക്സും തിയറി വൈയും ആരാണ്? മഗ്ഗർ ഡെവലപ്പ് ചെയ്ത തിയറീസ് ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ. ദെൻ മക്ലെലാൻഡ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ തിയറി. ഇവിടെ 3 കാര്യങ്ങളാണ് പറയുന്നത് മക്ലെലാൻഡ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ തിയറി. ഒന്നാണ് നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്, മറ്റൊന്ന് നീഡ് ഫോർ പവർ, 3 നീഡ് ഫോർ അഫിലിയേഷൻ. ഇത്തരം കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഏകദേശം മാർക്ക് കിട്ടും. ഏതൊക്കെയാണ്? 3 നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്, നീഡ് ഫോർ പവർ, നീഡ് ഫോർ അഫിലിയേഷൻ. ഓക്കെ ആണല്ലോ. ദെൻ പിന്നീട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, കണ്ടംപററി തിയറീസ് ഓഫ് മോട്ടിവേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക. റീഇൻഫോഴ്സ്മെൻറ്റ്, BF സ്കിന്നറുടെ തിയറിയാണ് റീഇൻഫോഴ്സ്മെൻറ്റ് തിയറി. ദെൻ എക്സ്പെക്റ്റൻസി തിയറി, വിക്ടർ വൂമിൻ്റെ എക്സ്പെക്റ്റൻസി തിയറിയാണ് വയലൻസ് ഇൻറ്റു എക്സ്പെക്റ്റൻസി എന്നാണ്
ഈ ഒരു തിയറി പറയുന്നത്, വൈഡൻസ് ഇൻറ്റു എക്സ്പെക്റ്റൻസി. അപ്പോൾ നമ്മൾ ഇവിടെ മെയിനായിട്ട് അബ്രഹാം മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറി പഠിക്കുക. എക്സ്ബർഗിൻ്റെ 2 ഫാക്ടർ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എക്സ് തിയറിയും വൈ തിയറി അറിഞ്ഞിരിക്കണം. മക്ലെലാൻഡ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ തിയറി, അത്തരം തിയറികൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ബാക്കിയുള്ള ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലോ. നെക്സ്റ്റ് ഇവിടെ വരുന്നത് കൺട്രോളിംഗ് ആണ്. കൺട്രോൾ എന്ന് പറഞ്ഞു പ്ലാനിങ്ങും കൺട്രോളിങ്ങും ഇൻ്റഗ്രേറ്റഡ് ഫംഗ്ഷനാണ്. മാനേജ്മെൻറ്റിൻ്റെ ലാസ്റ്റ് ഫംഗ്ഷനാണിത് കൺട്രോളിങ്. അല്ലെ, ഒരു കാര്യം നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ നടപ്പിൽ വരുത്താം. അക്കംപ്ലിഷിങ് എ ടാസ്ക് അക്കോർഡിംഗ് ടു പ്ലാൻ. നമ്മളൊരു കാര്യം അല്ലെ, നമ്മൾ ഒരു കാര്യം പ്ലാൻ ചെയ്തു, ആ കാര്യം ആ പ്ലാനിങ് പ്രകാരം നടത്തുന്നതിനാണ് ഇത് വന്നത് കൺട്രോളിങ്. അപ്പോൾ കൺട്രോളിങ്ങും കൺട്രോളിൻ്റെ സ്റ്റെപ്പും കൃത്യമായിട്ട് വേറെ ടോപ്പിക്കിന് അവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിലും ഈ ഒരു ടോപ്പിക്കിന് നല്ലവണ്ണം പ്രാധാന്യം കൊടുക്കുക. ദെൻ ടൈപ്സ് ഓഫ് കൺട്രോൾ മെക്കാനിസം ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ അല്ലോ. ഈ ഒരു ടോപ്പിക്കിനാണ് കൂടുതൽ, കൺട്രോളിങ്ങിൻ്റെ പ്രോസസ്സിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ദെൻ പിന്നീട് ഇവിടെ അറിഞ്ഞിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് MBE. നമ്മൾ MBO പറഞ്ഞിരുന്നു, മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. ദെൻ മറ്റൊന്നാണ് MBE, മാനേജ്മെൻറ്റ് ബൈ എക്സംഷൻ. ആ ടോപ്പിക്ക് എന്താണെന്നുള്ളതും കൃത്യമായിട്ട് പഠിക്കുക. ഇതും പീറ്റർ ഓഫ് ഡക്കർ ഡെവലപ്പ് ചെയ്ത ഒരു കോൺസെപ്റ്റ് തന്നെയാണ് MBEയും. ഓക്കെ അല്ലോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വലിയ മൊഡ്യൂളാണ് ലീഡർഷിപ്പ് തിയറീസ്, ലീഡർഷിപ്പ് സ്റ്റൈൽ, കമ്മ്യൂണിക്കേഷൻ, ഓർഗനൈസേഷൻ കമ്മ്യൂണിക്കേഷനും അതിൻ്റെ ബാരിയേഴ്സും, പിന്നീട് മോട്ടിവേഷണൽ തിയറീസും, കൺട്രോളിങ്ങും കൺട്രോളിങ്ങിൻ്റെ സ്റ്റെപ്പും, അത്രയും ഭാഗങ്ങൾ. നെക്സ്റ്റ് 4th മൊഡ്യൂൾ കണ്ടംപററി തീംസ് ഇൻ മാനേജ്മെൻറ്റ്. ഈ ഒരു മൊഡ്യൂൾ നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് ടോപ്പിക്കാണ് കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ്. അല്ലേ, കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ തർക്കം. ഒരു സ്ഥാപനത്തിൽ പല രീതിയിലും ഉള്ള ഒന്നാണെന്ത് തർക്കം എന്ന് പറയുന്നത്. ചിലപ്പോൾ ആ സ്ഥാപനത്തിലെ മാനേജേഴ്സും എംപ്ലോയീസും തമ്മിലായിരിക്കും, അല്ലെങ്കിൽ 2 എംപ്ലോയീസുകൾ തമ്മിലാക്കാം, അല്ലെങ്കിൽ ഓണേഴ്സും മാനേജ്മെൻറ്റും തമ്മിലാക്കാം. ഇങ്ങനെയൊക്കെ എന്തുണ്ടായിരിക്കും, കോൺഫ്ലിക്റ്റ് സ്ഥാപനങ്ങളുണ്ടായിരിക്കും. അപ്പോൾ കോൺഫ്ലിക്റ്റ് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം, ഹൗ ടു മാനേജ് കോൺഫ്ലിക്റ്റ്, എംപ്ലോയീസുകൾ തമ്മിലോ അല്ലെങ്കിൽ സ്ഥാപനത്തിനുള്ളിൽ തമ്മിലുള്ള തർക്കങ്ങൾ എങ്ങനെ റെഡ്യൂസ് ചെയ്യാം എന്നാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. അപ്പോൾ എന്താണ് കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, അതിനൊരു ഡെഫിനിഷനും. അതുപോലെ തന്നെ മെയിനായിട്ട് വരുന്നതാണ് ടൈപ്സ് ഓഫ് കോൺഫ്ലിക്റ്റ്. പല രീതിയിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഇൻട്രാ ഡിപ്പാർട്ട്മെൻറ്റ്, ദെൻ ഔട്ട്സൈഡ് ദി ഓർഗനൈസേഷൻ, മാനേജേഴ്സൊക്കെ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്. അപ്പോൾ അവിടെ കുറച്ച് ടൈപ്സ് പറയുന്നുണ്ട്. ആ ടൈപ്സ് കൃത്യമായിട്ട് പഠിക്കുക. പിന്നീട് ഇവിടെ ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടോപ്പിക്കാണ് സോഴ്സ് ഓഫ് കോൺഫ്ലിക്റ്റ് വിത്തിൻ ഗ്രൂപ്പ്. അല്ലെ, നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ ഏതൊക്കെ രീതിയിലാണ് ഒരു സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ തന്നെ കോൺഫ്ലിക്റ്റ് വരുന്നത്, അതിൻ്റെ സ്കില്ല് എങ്ങനെയാണ് അത്തരം കോൺഫ്ലിക്റ്റ് നമ്മൾ മാനേജ് ചെയ്യുക. ജസ്റ്റ് ഇത്തരം ടോപ്പിക്കുകൾക്ക് ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നീട് ഇവിടെ വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ സ്ട്രാറ്റജി. അവിടെ 3 റെസൊല്യൂഷൻ സ്ട്രാറ്റജിയാണ്. ഒന്നാണ് നെഗോഷിയേഷൻ, മറ്റൊന്ന് മീഡിയേഷൻ, ആർബിട്രേഷൻ. ഇത്രയും കാര്യങ്ങൾ ഇവിടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. ദെൻ പിന്നീട് ഇവിടെ കഴിഞ്ഞ വർഷമൊക്കെ വന്നിട്ടുള്ള ചോദ്യമാണ് മാനേജിങ് ആൻഡ് ലിവറേജിങ് കൺസ്ട്രക്റ്റീവ് കോൺഫ്ലിക്റ്റ്. എങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് നമ്മൾ മാനേജ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ എങ്ങനെ പരിഗണിക്കും എന്നുള്ള കാര്യം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് അറിഞ്ഞിരിക്കേണ്ടത് മെയിനായിട്ട് എന്താണ് കോൺഫ്ലിക്റ്റ്, ഏതൊക്കെ രീതിയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്, എങ്ങനെ മാനേജ് ചെയ്യാം, അത്തരം കാര്യങ്ങൾ അവിടെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ. ആ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാമിന് ഉണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കുക. ദെൻ മറ്റൊരു ഭാഗമാണ് ഈ ഒരു മൊഡ്യൂളിൽ വരുന്ന ക്രൈസിസ് മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ നമ്മൾ റിസലൻസ് എന്ന് പറയും, അതായത് നിലനിൽപ്പ്. ക്രൈസിസ് എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ക്രൈസിസും ഒരു ബിസിനസ് സ്ഥാപനം ചെയ്യും, അഭിമുഖീകരിക്കും. അത് എങ്ങനെ മാനേജ് ചെയ്യും, അതിൻ്റെ സ്ട്രാറ്റജീസ് ഫോർ മാനേജിങ് ക്രൈസിസ് ആൻഡ് ഡിസ്പ്യൂട്ട്. 6 മാർക്കിലൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. വളരെ നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. ദെൻ പിന്നീട് ഇവിടെ വരുന്നതാണ് ക്രൈസിസ് പ്രിപ്പയർഡ്നെസ് ആൻഡ് റെസ്പോൺസ് സ്ട്രാറ്റജീസ്. എങ്ങനെയൊക്കെയാണ് നമ്മൾ ക്രൈസിസിനെ നമ്മൾ തരണം ചെയ്യുക, ആ കാര്യം ജസ്റ്റ് ഒന്ന് അറിഞ്ഞുക. ദെൻ ഇവിടെ മറ്റൊരു ഭാഗമാണ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് ഇൻക്ലൂസീവ് ലീഡർഷിപ്പ്. ഈ ഒരു ചോദ്യം ഇതേമാതിരി തന്നെ ഏതൊക്കെ പ്രിൻസിപ്പിൾസാണ് ഇൻക്ലൂസീവ് ലീഡർഷിപ്പിനുള്ളത്, ആ കാര്യം മനസ്സിലാക്കുക.
ആ പ്രിൻസിപ്പിൾസ് കൃത്യമായിട്ട് പഠിച്ചേക്കുക. ദെൻ ലാസ്റ്റ് ഈ ഒരു മൊഡ്യൂളിൽ വരുന്ന ഭാഗമാണ് ബിസിനസ് എത്തിക്സ്. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യം ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ് എത്തിക്സ്? എത്തിക്സ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ആക്ഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിൻ്റെ ശരിയായ കാര്യങ്ങളാണ് റൈറ്റ് ടു ആക്ഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരു ബിസിനസ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന് ആ ബിസിനസ് മനസ്സിലാക്കലാണ് എത്തിക്സ് അല്ലേ. ആപ്ലിക്കേഷൻ ഓഫ് എത്തിക്സ് ഇൻ ദ ഫീൽഡ് ഓഫ് ബിസിനസ് ഈസ് നോൺ ആസ് ബിസിനസ് എത്തിക്സ്. എന്താണ് എത്തിക്സ് പറഞ്ഞാൽ റൈറ്റ് ടു ആക്ഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ. അതായത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ സ്റ്റഡി അബൌട്ട് വാട്ട് ഈസ് റൈറ്റ്, എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് പഠിച്ചിട്ട് ശരി ഫോളോ ചെയ്യുക. എന്താണ് എത്തിക്സ് പറഞ്ഞാൽ സ്റ്റഡി അബൌട്ട് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ് ആൻഡ് ഡൂയിങ് ദി റൈറ്റ് തിങ്സ്. അത് നമ്മൾ ശരിയും കുറിച്ച് പഠിക്കുക, തെറ്റിനെയും കുറിച്ച് പഠിക്കുക, അത് എന്ത് ഫോളോ ചെയ്യുക, ശരി ഫോളോ ചെയ്യുക. യെസ്. ദെൻ ബിസിനസ് എത്തിക്സ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, പ്രിൻസിപ്പിൾസ് അറിഞ്ഞിരിക്കണം, ഫാക്ടേഴ്സ് ബിസിനസ് എത്തിക്സ് ആണ്. അപ്പോൾ ഇവിടുന്ന് എസ് അടക്കം ഈ ഭാഗത്ത് നിന്ന് വീഴും. അപ്പോൾ 4ാമത്തെ മൊഡ്യൂളിൽ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ് വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ക്രൈസിസ് മാനേജ്മെൻറ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് ഇൻക്ലൂസീവ് ലീഡർഷിപ്പ് എന്ന് പറയുന്ന ടോപ്പിക്ക് വരുന്നുണ്ട്. ലാസ്റ്റ് ബിസിനസ് എത്തിക്സിൻ്റെ ടോപ്പിക്ക് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വായിക്കുക. ഒരുപാട് വായിക്കുന്നതിന് എല്ലാ കാര്യങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, പരീക്ഷയ്ക്ക് പല രീതിയിലുള്ള ആൻസറും ചെയ്യാൻ കഴിയും. ഓക്കെ, താങ്ക് യു.